Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CET 301 സ്ട്രക്ചറൽ അനാലിസിസ് 1 ഫിഫ്ത്ത് മൊഡ്യൂളിലെ 11th ലെക്ചറിൻ്റെ പാർട്ട് ബി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഓവർ ഹാങ്ങിങ് ബീംസിൻ്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ ഒരു ലെക്ചറിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്ത ആ ഒരു ബീം. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻ അറ്റ് എയുടെ ഇൻഫ്ലുവൻസ് ഡയഗ്രാം നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ സപ്പോർട്ട് റിയാക്ഷൻ അറ്റ് ബിയുടെ ഇൻഫ്ലുവൻസ് ഡയഗ്രാം നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോകുന്നത് കേസ് നമ്പർ 3, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് ഡി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഷിയർ ഫോഴ്സ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രമാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതാണ് സപ്പോർട്ട് റിയാക്ഷൻ RA, ഇത് സപ്പോർട്ട് റിയാക്ഷൻ RB, ഇത് ഓവർ ഹാങ്ങിങ് പോർഷൻ C. ഇനി ഡി എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? ഡി എന്ന് പറയുന്ന പോയിന്റ് എയിൽ നിന്ന് Z ഡിസ്റ്റൻസ് മാറിയിട്ടുള്ളതാണ് ഡി എന്ന് പറയുന്ന പോയിന്റ്. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ L, ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ A. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഷിയർ ഫോഴ്സാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ബിൻ്റെയും സിൻ്റെ ഇടയിൽ ഇ എന്ന് പറയുന്ന പോയിൻ്റേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഉള്ളത് കൊണ്ടും ഇല്ലാത്തതുകൊണ്ടും നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, ഗുണവുമില്ല. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ബെൻഡിങ് മൊമെൻറ്റോ ഷിയർ ഫോഴ്സോ ആണ് ചോദിച്ചേക്കുന്നത് ഏതെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റിൻ്റെയെങ്കിൽ നമ്മൾ ഇവിടെ യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്യണം, ഇവിടെ യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്യണം, ഇവിടെ യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എ ബി എന്ന് പറയുന്ന സ്പാനിൻ്റെ ഇടയിലാണ് ഡി. അപ്പോൾ ആദ്യം എ ഡിയുടെ ഇടയിൽ ഒരു യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്യണം, അവിടുത്തെ ഷിയർ ഫോഴ്സിൻ്റെ വേരിയേഷൻ കണ്ടുപിടിക്കണം. അടുത്തത് ഡിൻ്റെയും ബിൻ്റെയും ഇടയിൽ യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്യണം, അതേപോലെ ബിൻ്റെയും സിൻ്റെ ഇടയിൽ യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം, വെൻ എ യൂണിറ്റ് ലോഡ് ഈസ് അപ്ലൈഡ് ഇൻ എ ബി, എ ബിൻ്റെ ഇടയിലാണ് യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ വീണ്ടും രണ്ട് കേസുണ്ട്. വെൻ എക്സ് ലെസ് ദാൻ ഇസെറ്റ്, എന്ന് വെച്ചാൽ എന്താണ്? യൂണിറ്റ് ലോഡ് ബിറ്റ്വീൻ എ ആൻഡ് ഡി. അപ്പോൾ എ മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇസെറ്റ്. അതിൻ്റെ ഇടയിലാണ് യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതായിരിക്കും നമ്മുടെ എക്സ് ഡിസ്റ്റൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? എക്സ് വിൽ ബി ലെസ് ദാൻ ഇസെറ്റ് അല്ലേ. എക്സ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഇസെറ്റ് എന്ന് വെച്ചാൽ ഇത്രയുണ്ട്. അപ്പോൾ എക്സ് വിൽ ബി ലെസ് ദാൻ ഇസെറ്റ്. അപ്പോൾ എൻ്റെയും ബിൻ്റെയും ഇടയിലാണ് നമ്മൾ യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ തന്നെ ഫസ്റ്റ് കേസായിട്ട് എൻ്റെയും ഡീൻ്റെയും ഇടയിൽ യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ഡി ആണ് മാർക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ഡി എന്ന് പറയുമ്പോൾ ഡിയിലൊരു സെക്ഷൻ എടുക്കുക, ഡീൻ്റെ റൈറ്റ് സൈഡും ഉണ്ട് ലെഫ്റ്റ് സൈഡും ഉണ്ട്. ഇതിൽ ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി ഞാനിവിടെ റൈറ്റ് സൈഡാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. കാരണം ഡീൻ്റെ റൈറ്റ് സൈഡിൽ ആകെ ഒരു ലോഡ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഷിയർ ഫോഴ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതാൻ പറ്റും. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ ഒരു സപ്പോർട്ട് റിയാക്ഷൻ RAയും നമ്മുടെ യൂണിറ്റ് ലോഡ് 1ഉം ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആഡ് ചെയ്തിട്ട് എഴുതേണ്ടി വരുമെന്നേ ഉള്ളൂ. അപ്പോൾ അത് കൺഫ്യൂസിങ് ആകേണ്ട ആവശ്യമില്ല. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ഷിയർ ഫോഴ്സ് ആയിട്ട് ഡി എടുത്തപ്പോൾ ഞാൻ കൺസിഡർ റൈറ്റ് സൈഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മുടെ സൈൻ കൺവേർഷൻ ഇതാണ്, RUN. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ലോഡ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അതാണ് RUN, റൈറ്റ് സൈഡ് അപ്വേർഡ് ലോഡ് നെഗറ്റീവ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് എന്താണ്? എക്സ് ലെസ് ദാൻ ഇസെറ്റ്, അതായത് എൻ്റെയും ഡിൻ്റെയും ഇടയിലാണ് യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ തന്നെ നമ്മൾ സെക്ഷൻ എടുത്തേക്കുന്നത് ഡിയിലാണ്, കാരണം ഷിയർ ഫോഴ്സ് അറ്റ് ഡി ആണ് വേണ്ടത്. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഒരു സെക്ഷൻ എടുത്തു, അതിൻ്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്തു. റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്തപ്പോൾ ആകെ ഒരേ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുള്ളൂ, RB ആണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് ആയിട്ട് ഡി ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? -RB എന്ന് എഴുതാം. മൈനസ് വരാൻ കാര്യം എന്താണ്? റൈറ്റ് സൈഡിൽ അപ്വേർഡ് ലോഡാണെങ്കിൽ നെഗറ്റീവ് ആണ്, RUN. അപ്പോൾ -RB എന്ന് കിട്ടി. ഇനി RBയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. RBയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എൻ്റെയും ബിൻ്റെയും ഇടയിൽ യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്തപ്പോൾ RB വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് X/L ആണ്. ഈ വാല്യൂ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, തെറ്റിപ്പോകരുത്. അപ്പോൾ RB is equal to
എക്സ് ബൈ എൽ. അപ്പോൾ മൈനസ് ആർ ബി ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ എൽ. ലീനിയർ വേരിയേഷൻ ആണെന്ന് ബ്രാക്കറ്റ് ചെയ്തത്. ഇനി നമ്മുടെ എൻഡ് കണ്ടീഷൻ കൊടുക്കണം. അപ്പോൾ എൻ്റെയും ഡിൻ്റെ ഇടയിലല്ലേ നമ്മൾ യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്തേക്കുന്നത്. ദെർഫോർ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ എ ആണ്. അറ്റ് എ എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ആർ ബി 0 ആയിട്ട് പോകും. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഇസ് ഈക്വൽ ടു 0. ആർ ബി അല്ല, ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഇസ് ഈക്വൽ ടു 0 ആവും. ഇനി അടുത്തത് അറ്റ് ഡി. അറ്റ് ഡി എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് ആണ്. അപ്പോൾ അറ്റ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ്. ദെർഫോർ ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഇസ് ഈക്വൽ ടു ഇവിടെ ഇസഡ് കൊടുക്കുക. അപ്പോൾ മൈനസ് ഇസഡ് ബൈ എൽ എന്ന് കിട്ടും ഇക്വേഷൻ. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിൻ്റെയും ബിൻ്റെയും ഇടയിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യാം. ഡിൻ്റെയും ബിൻ്റെയും ഇടയിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഫിഗറാണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. ഇതാ എ ബി സി എന്ന് പറയുന്നത് നമ്മുടെ സ്പാൻ. ഡിൻ്റെയും ബിൻ്റെ ഇടയിലാണ് ഞാൻ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തത്. ഇതാ എ മുതൽ യൂണിറ്റ് ലോഡ് വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. നേരെ മറിച്ച് എ മുതൽ ഡി വരെയുള്ള ലെങ്ത് ഇസഡ് ആണ്. അപ്പോൾ എന്തായിരിക്കും? എക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഇസഡ് എന്നുള്ളതാണ് കണ്ടീഷൻ. ഓക്കെ. അപ്പോൾ സെക്കൻഡ് കേസ്, വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഇസഡ്, ദാറ്റ് ഈസ് യൂണിറ്റ് ലോഡ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ഡി ആൻഡ് ബി. ഡിൻ്റെയും ബിൻ്റെ ഇടയിലാണ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താണ്? ഷിയർ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക. സെക്ഷൻ്റെ റൈറ്റും കൺസിഡർ ചെയ്യാം, ലെഫ്റ്റും കൺസിഡർ ചെയ്യാം. ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നാൽ ഇവിടെ ഒരു യൂണിറ്റ് ലോഡ് ഉണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് റിയാക്ഷൻ ആർ ബി ഉണ്ട്. അപ്പോൾ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ ആർ എ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ലെഫ്റ്റ് സൈഡാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇനി ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ സൈൻ കൺവേർഷൻ എന്ന് വെച്ചാൽ എൽ യു പി ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ എടുത്തു. സെക്ഷൻ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ലോഡാണെങ്കിൽ ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആയിരിക്കും. അതാണ് എൽ യു പി, ലെഫ്റ്റ് സൈഡ് അപ്വേർഡ് പോസിറ്റീവ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സ് കൺസിഡർ ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡ് ഓഫ് ഡി ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതാമല്ലോ. ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഈസ് ഈക്വൽ ടു സെക്ഷൻ എടുത്തു. ലെഫ്റ്റ് സൈഡിൽ ആർ എ മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ദെർഫോർ ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഈസ് ഈക്വൽ ടു ആർ എ എന്ന് എഴുതാം. ആകെ ആർ എ എന്ന് പറയുന്ന ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ. ഇനി ആർ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആർ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തേക്കുന്നത് എൻ്റെയും ബിൻ്റെയും ഇടയിലാണ് അല്ലേ? എ ബി സ്പാനിലാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കേസ് നമ്പർ വണ്ണിൽ വെൻ യൂണിറ്റ് ലോഡ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ എ ബി, ആർ എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എൽ മൈനസ് എക്സ് ബൈ എൽ. ആ വാല്യൂ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, തിരിഞ്ഞു പോകരുത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ആർ എയുടെ വാല്യൂ ആയിട്ട് എൽ മൈനസ് എക്സ് ബൈ എല്ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനി നമ്മുടെ എൻഡ് കണ്ടീഷൻ കൊടുക്കണം. ആദ്യം ഏതാണ്? ഡി, അടുത്തത് ബി. അപ്പോൾ അറ്റ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് ആണ്. അറ്റ് ബി എക്സ് ഇസ് ഈക്വൽ ടു എൽ ആണ്. ഈ രണ്ട് വാല്യൂണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അറ്റ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് ആണ്. ദെർഫോർ ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ എക്സിന് വരും ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എൽ മൈനസ് ഇസഡ് ബൈ എൽ എന്ന് വരും. അടുത്തത് എക്സ് ഇസ് ഈക്വൽ ടു എൽ ആണ്. അതായത് അറ്റ് ബി എക്സ് ഇസ് ഈക്വൽ ടു എൽ ആണ്. ഈ ഇക്വേഷനിൽ എക്സിന് വരെ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എൽ മൈനസ് എൽ 0 ആവും. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് പോർഷനാണ് യൂണിറ്റ് ലോഡ് നമുക്ക് ബിനും സിനും ഇടയിൽ എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്തേക്കുന്നത് സിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സിന്നാണ് എക്സ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു സെക്ഷനിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തത് ബി ആയിട്ട് എഴുതാം. വെൻ യൂണിറ്റ് ലോഡ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ പോർഷൻ ബി സി, ബിൻ്റെയും സിൻ്റെയും ഇടക്കാണ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തേക്കുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ. അപ്പോൾ ഇവിടെയും നമുക്ക് ഷിയർ ഫോഴ്സ് ആയിട്ട് ഡി ആണ് എഴുതേണ്ടത്. അപ്പോൾ സെക്ഷൻ എടുക്കേണ്ടത് ഡിയിലാണ്. ഇനി ഡീൻ്റെ റൈറ്റ് സൈഡ് നോക്കിയേ, ഇവിടെ ആർ ബി, ഇവിടെ 1, 2 ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ആകെ ഒരേ ഒരു ലോഡേ ആക്ട് ചെയ്യുന്നുള്ളൂ, അത് ആർ എ ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും ലെഫ്റ്റ് സൈഡ് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ സൈൻ കൺവേർഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് അപ്വേർഡ് ഫോഴ്സ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഈസ് ഈക്വൽ ടു പ്ലസ് ആർ എ. ആർ എയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ആർ എയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്തേക്കുന്നത് ബി സി പോർഷനിലാണ്. അപ്പോൾ നമ്മുടെ കേസ് 1ലേക്ക് പോവുക. കേസ് 1ലേക്ക് പോയിട്ട് വെൻ യൂണിറ്റ് ലോഡ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ബി സി, ബി സിയിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ ആർ എയുടെ വാല്യൂ എന്തായിരുന്നു? മൈനസ് എ മൈനസ് എക്സ് ബൈ എൽ ആണ്. ഈ വാല്യൂ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആർ എയുടെ വാല്യൂ മൈനസ് ഓഫ് ബ്രാക്കറ്റിൽ എ മൈനസ് എക്സ് ബൈ എൽ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമ്മുടെ എൻഡ് കണ്ടീഷൻ കൊടുക്കുക. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? അറ്റ് സി എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തൊരു മൈനസ് എ ബൈ എൽ. ഇനി അടുത്തത് ബിയിൽ, അറ്റ് ബി
എക്സ് ഇസ് ഈക്വൽ ടു എ ആണ്. അപ്പോൾ വെൻ എക്സ് ഇസ് ഈക്വൽ ടു എ, എക്സ് ഇസ് ഈക്വൽ ടു എ കൊടുത്താൽ എന്ത് വരും? ഇതാ ഇവിടെ എക്സിന് ഒരു എ കൊടുത്താൽ ഇത് 0 ആയി പോകും. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എല്ലാ പോയിൻറ്റിൻ്റെയും ഷിയർ ഫോഴ്സ് വാല്യൂസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഷിയർ ഫോഴ്സ് അറ്റ് ഡിയുടെ വേരിയേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1/1 ആയിട്ട് എടുത്ത് എഴുതാം. അപ്പോൾ എയും ഡിയിനും ഇടയിൽ ഫസ്റ്റ് വാല്യൂ 0, അടുത്തത് -z/L ആയിരുന്നു അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ബീം, സ്ട്രൈറ്റ് ലൈനായിട്ട് വരച്ചു. എയിൽ 0 ആയിരുന്നു, ഡിയിലെത്തിയപ്പോൾ -z/L, അതുകൊണ്ട് താഴത്തേക്ക് വരച്ചു. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ കേസിൽ ഈ ഡിൻ്റെയും ബീൻ്റെ ഇടയിൽ ഡിയിൽ കിട്ടിയത് ഇതാണ് L - z/L, ബിയിൽ കിട്ടിയത് 0 ആണ്. അപ്പോൾ ഈ വാല്യൂ തന്നെ L - z/L അത് വീണ്ടും 0യിലേക്ക് പോയി. ഇനി അടുത്ത ലാസ്റ്റ് നമുക്കിപ്പോൾ കിട്ടിയത് ബി സി പോർഷനിലാണ് അല്ലേ? ബി സി പോർഷനിലാണ്. അതിൽ അറ്റ് ബി നമുക്ക് 0 കിട്ടി, അറ്റ് സി നമുക്ക് -a/L കിട്ടി. അപ്പോൾ അറ്റ് ബി 0 തന്നെ, അറ്റ് സി -a/L. അപ്പോൾ ഈ ഒരു വേരിയേഷൻ കിട്ടി. അപ്പോൾ അത് നമുക്ക് ടോട്ടലി എയിൽ 0, ബിയിൽ 0, ഇനി അടുത്തത് ഡിയിൽ ആദ്യം -z/L, അവിടെ നിന്ന് നേരെ പോസിറ്റീവിലേക്ക് പോയി L - z/L, അവിടെ നിന്ന് വീണ്ടും ബിയിൽ 0 കൂടെ പാസ് ചെയ്തിട്ട് -a/L. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. ഇതാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് അറ്റ് ഡി. ഇനി അടുത്തത് നമുക്ക് കേസ് നമ്പർ 4 ആണ്. കേസ് നമ്പർ 4ൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് ആണ് പറഞ്ഞത്, അതിന് പകരം ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി എടുക്കുക. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കേസാണ് എടുക്കേണ്ടത്. ഫസ്റ്റ് വൺ, വെൻ യൂണിറ്റ് ലോഡ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ എ ബി എന്ന് പറയുന്ന പോർഷനിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്ന കേസാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ആദ്യം എന്താണ്? വെൻ എക്സ് ലെസ് ദാൻ ഇസെറ്റ്. എക്സ് ലെസ് ദാൻ ഇസെറ്റ് എന്ന് വെച്ചാൽ എൻ്റെയും ഡിൻ്റെയും ഇടയിലാണ് നമ്മൾ യൂണിറ്റ് ലോഡ് 1 അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്ത് വരും നോക്കാം. അപ്പോൾ ഇവിടെയും വീണ്ടും ഡി എന്ന് പറയുന്ന പോയിന്റിൻ്റെയാണ് മൊമെൻറ്റ് വേണ്ടത്. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റ് സെക്ഷൻ എടുക്കുക, അതിൻ്റെ റൈറ്റ് സൈഡും ഉണ്ട് ലെഫ്റ്റ് സൈഡും ഉണ്ട്. ഇനി നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിൽ RA ഉണ്ട്, നമ്മുടെ യൂണിറ്റ് ലോഡ് 1 ഉണ്ട്. ഇപ്പോൾ 2 ഫോഴ്സ് ഉണ്ട്. റൈറ്റ് സൈഡിലേക്ക് വന്നാൽ RB മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് എടുക്കാം, അതായിരിക്കും എളുപ്പം. അപ്പോൾ സെക്ഷൻ എടുത്തു, സെക്ഷൻ്റെ റൈറ്റ് സൈഡാണ്, അപ്വേർഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ മൊമെൻ്റ് ആണല്ലേ, അപ്പോൾ റൈറ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ്, അതാണ് RAP. റൈറ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് പോസിറ്റീവ്. ദെർഫോർ മൊമെൻ്റ് അറ്റ് ഡി ഈസ് ഈക്വൽ ടു RB ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L - z. ഇതെങ്ങനെ കിട്ടി? ഈ ഡിസ്റ്റൻസ് L - z ആണ്. കാരണം ഈ ടോട്ടൽ ഡിസ്റ്റൻസ് L, ഇവിടം വരെയുള്ള ലെങ്ത് Z ആണ്. അപ്പോൾ ഇത് L - z. അപ്പോൾ RB ഇൻറ്റു ഡി വരെയുള്ള ഡിസ്റ്റൻസ് L - z. അപ്പോൾ മൊമെൻ്റ് ഡി ഈക്വൽ ടു RB ഇൻറ്റു L - z ആണ്. ഇനി വീണ്ടും RB എടുത്തെഴുതുക. യൂണിറ്റ് ലോഡ് യൂണിറ്റ് ലോഡ് AB സ്പാനിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സപ്പോർട്ട് റിയാക്ഷൻ അറ്റ് ബി, RBയുടെ ഇക്വേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത് x/L ആണ്, ഇൻറ്റു L - z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കുക. ആദ്യം അറ്റ് എ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഈ ഇക്വേഷനിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ മൊമെൻ്റ് അറ്റ് ഡി ഇസ് ഈക്വൽ ടു 0 ആയിട്ട് പോകും. ഇനി അത് അറ്റ് ഡി, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഇസെഡ് ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഇസെഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇസെഡ് വരുമെന്നേ ഉള്ളൂ. ബാക്കി എന്ത് വരും? z/L ഇൻറ്റു L - z എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത് എന്ത് ചെയ്യുക? രണ്ടാമത്തത് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഇസെഡ്. എക്സ് ഗ്രേറ്റർ ദാൻ ഇസെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിറ്റ് ലോഡ് അപ്ലൈഡ് ബിറ്റ്വീൻ ഡി ആൻഡ് ബി. ഡിൻ്റെയും ബിൻ്റെയും ഇടയിലാണ് നമ്മൾ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും വരുന്നത്? ഓക്കെ, അപ്പോൾ എ മുതൽ യൂണിറ്റ് ലോഡ് വരെ ഡിസ്റ്റൻസ് എക്സ്, എ മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് ഇസെഡ് തന്നെ. ഇനി നമുക്ക് വീണ്ടും ഡി എന്ന് പറയുന്ന പോയിന്റിൻ്റെ മൊമെൻ്റ് ആയതുകൊണ്ട് അവിടുത്തെ സെക്ഷൻ എടുക്കാം. ഡി എന്ന് പറയുന്ന പോയിന്റിൻ്റെ സെക്ഷൻ എടുത്തു. റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്താൽ പോയിന്റ് ലോഡും ഉണ്ട്, RB 2 ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സൈഡ് കൺസിഡർ ചെയ്യേണ്ട, നമുക്ക് ലെഫ്റ്റ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് സൈഡ് എടുത്ത് ആകെ RB ഉള്ളൂ. RB ഇൻറ്റു അവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇസെഡ് ആണ്. ഓക്കെ, ഇനി അതിൻ്റെ സൈൻ എടുക്കണം. സൈൻ എടുക്കുമ്പോൾ നമുക്കറിയാം, ഒരു സെക്ഷൻ എടുത്തു, സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ LCP എന്നാണ് ഇക്വേഷൻ. അതായത് ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെങ്കിൽ പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം മൊമെൻ്റ് അറ്റ് ഡി ഈസ് ഈക്വൽ ടു RA ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസെഡ്. RA ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസെഡ്. ഇനി നേരത്തെ നമ്മൾ കേസ് നമ്പർ 1ൽ യൂണിറ്റ് ലോഡ് ABയിലാണ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് RAയുടെ ഇക്വേഷൻ കിട്ടിയ എന്തായിരുന്നു? L - x/L ആണ് ഇൻറ്റു ഇസെഡ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമ്മുടെ എൻഡ് കണ്ടീഷൻസ് നോക്കാം. ആദ്യം അറ്റ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇസെഡ് ആണ് അല്ലേ?
അറ്റ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിൽ ഇസഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ഇസഡ് ആവും. അപ്പോൾ എൽ മൈനസ് ഇസഡ് ബൈ എൽ ഇൻറ്റു ഇസഡ് എന്ന് വരും. ഇനി അടുത്തത് അറ്റ് ബി എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്, എൽ ആണ്. എക്സ് ഇസ് ഈക്വൽ ടു എൽ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതാ ഈ ഇക്വേഷനിൽ എക്സിന് പകരം എൽ കൊടുക്കുക. അപ്പോൾ എക്സിന് പകരം എൽ കൊടുത്താൽ എൽ മൈനസ് എൽ 0 ആയിട്ട് പോകും. അങ്ങനെ മൊമെൻ്റ് അറ്റ് ഡി എം ഡി ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ബി, വെൻ യൂണിറ്റ് ലോഡ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ബി സി സ്പാനിൻ്റെ ഇടയിലായിട്ടാണ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തേക്കുന്നതെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകത എന്താണ്, സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് യൂണിറ്റ് ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. അതേപോലെ ഈ ഡിസ്റ്റൻസ് എ യു ആണ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഡി എന്ന് പറയുന്ന പോയിന്റിൻ്റെ മൊമെൻറ്റ് വേണ്ടതുകൊണ്ട് ഡി എന്ന് പറയുന്ന പോയിന്റ് സെക്ഷൻ എടുക്കുക. ഡി എന്ന് പറയുന്ന പോയിന്റ് റൈറ്റ് സൈഡിൽ 2 ലോഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സൈഡ് പ്രിഫർ ചെയ്യാതിരിക്കുക. പ്രിഫർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ആലോചിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാമെങ്കിൽ കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. ഞാൻ ലെഫ്റ്റ് സൈഡാണ് എടുക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെങ്കിൽ പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് എടുക്കാനുള്ള സിമ്പിൾ വഴി എന്താണ്, ആർ എ ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസെഡ്. അപ്പോൾ മൊമെൻ്റ് അറ്റ് ഡി ഈസ് ഈക്വൽ ടു ആർ എ ഇൻറ്റു ഇസെഡ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ പോർഷൻ ബി സി ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ബി സി പോർഷനിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ ആർ എ റിയാക്ഷൻ അറ്റ് എയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഇതായിരുന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമ്മൾ തെറ്റിക്കുന്നതാണ്. മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എൽ ആണ് എടുക്കുന്നത്. സോറി, മൈനസ് എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എൽ. അത് വേണം ആർ എ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ഇൻറ്റു ഇസെഡ്. അപ്പോൾ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അറ്റ് സി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുത്താൽ ബാക്കി എന്ത് വരും, മൈനസ് എ ഇസെഡ് എൽ എന്ന് വരും. ഇനി അറ്റ് ബി എന്ന് പറയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഇതാ എക്സിന് വരെ ഇവിടെ എ കൊടുത്താൽ ഇത് 0 ആയിട്ട് പോകും. അപ്പോൾ എം ഡി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എല്ലാ വാല്യൂസും കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, ഫിഗർ വരക്കാം. ഫിഗർ വരക്കാനായിട്ട് ഇതാ സ്ട്രൈറ്റ് ലൈൻ വരച്ചു. എ മാർക്ക് ചെയ്യുക, ബി മാർക്ക് ചെയ്യുക, സി മാർക്ക് ചെയ്യുക, ഡി മാർക്ക് ചെയ്യുക. ഓരോ വാല്യൂസ് കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയ എന്താണ്, 0യിലും ഡിയിൽ കിട്ടിയത് ഇസെഡ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് ഇസെഡ്. അപ്പോൾ ആദ്യത്തെ വാല്യൂ 0, ഡിയിൽ കിട്ടിയത് ഇസെഡ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് ഇസെഡ്. ഇനി അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ ഡിയിൽ കിട്ടിയേക്കുന്നത് സെയിം വാല്യൂ തന്നെയാണ്, ബിയിൽ കിട്ടിയേക്കുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഡിയിൽ സെയിം നേരത്തെ കിട്ടിയ അതേ വാല്യൂ തന്നെയാണ്, ബിയിൽ കിട്ടിയേക്കുന്നത് 0 ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ വേരിയേഷനിൽ നമുക്ക് ബിയിൽ കിട്ടിയേക്കുന്നത് 0, സിയിൽ കിട്ടിയേക്കുന്നത് ഇതാ മൈനസ് ആയതുകൊണ്ട് താഴത്തേക്ക് എ ഇസെഡ് ബൈ എൽ. അപ്പോൾ അതിനെ ഇതാ ഇൻക്ലൈൻഡ് ആയിട്ട് യോജിപ്പിക്കും. മുകളിലേക്കുള്ളത് പോസിറ്റീവ്, താഴത്തേക്കുള്ളത് നെഗറ്റീവ്. ഇതാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കേസ് നമ്പർ 5 ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് ഇ. അപ്പോൾ ബിൻ്റെയും സിൻ്റെ ഇടയിൽ റാൻഡമായിട്ടൊരു പോയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇ എന്നാണ് ആ പോയിന്റിൻ്റെ പേര്. സി മുതൽ ഇ വരെയുള്ള ഡിസ്റ്റൻസ് ഇസെഡ് 1 ആണ്. ഇത്രയും കാര്യങ്ങളാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ആസ് യൂഷ്വൽ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് എൽ. ഇനി ബി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ എ ആയിരുന്നു, ഓവർ ഹാങ്ങിങ് പോർഷൻ. ഇനി വീണ്ടും നമുക്ക് എടുക്കാം. ഫസ്റ്റ് വൺ, വെൻ യൂണിറ്റ് ലോഡ് ഈസ് അപ്ലൈഡ് അറ്റ് എ ബി എന്ന് പറയുന്ന പോർഷനിലാണ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ എ ബി എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്തെന്ന് വരും, എ ബി എന്ന് പറയുന്ന പോർഷനിലാണ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തത്. ഇവിടെ നമ്മൾ ഡി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഡി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ നമ്മൾ ഡി കൺസിഡർ ചെയ്യാൻ കാരണം ഡിയിലെ മൊമെൻ്റ് ആയിരുന്നു വേണ്ടത്, അല്ലെങ്കിൽ ഡിയിലെ ഷിയർ ഫോഴ്സ് ആയിരുന്നു വേണ്ടത്. ഇപ്പോൾ നമ്മുടെ കൺസേൺ ഇ എന്ന് പറയുന്ന പോയിന്റാണ്. അപ്പോൾ ഇവിടെ മാത്രം സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് എ ബി സ്പാനിലെ ഒറ്റയായിട്ട് തന്നെ എടുക്കുക. അപ്പോൾ എ ബി സ്പാനിലാണ് നമ്മൾ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. എ ബി സ്പാനിലാണ് നമ്മൾ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഷിയർ ഫോഴ്സ് അറ്റ് ഇ ആണ്. അപ്പോൾ ഇ എന്ന് പറയുന്ന പോയിന്റ് ഒരു സെക്ഷൻ എടുക്കുക. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കൺസിഡർ ചെയ്യാം അല്ലേ. റൈറ്റ് സൈഡിലേക്ക് നോക്കി എന്തെങ്കിലും ലോഡുണ്ടോ, ഇല്ല. അപ്പോൾ എന്തായിരിക്കും, ഷിയർ ഫോഴ്സ് അറ്റ് ഇ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ലെഫ്റ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും ആർ എ പ്ലസ് ആർ ബി. ഇനി ഒരു യൂണിറ്റ് ലോഡ് താഴേക്കുണ്ട്, അപ്പോൾ -1. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴും നമുക്ക് 0 എന്ന് തന്നെ കിട്ടും. പക്ഷേ ആ ഒരു കൺഫ്യൂഷനിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഇ എന്ന് പറയുന്ന പോയിന്റിന് സെക്ഷൻ എടുക്കുക, റൈറ്റ് സൈഡ് നോക്കുക. റൈറ്റ് സൈഡ് ലോഡൊന്നും ഇല്ല അല്ലേ, വെർട്ടിക്കൽ ലോഡൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഷിയർ ഫോഴ്സ് അറ്റ് ഇ ഈസ് ഈക്വൽ ടു 0 എന്നങ്ങ് എടുത്ത് എഴുതാം. ഇനി അടുത്ത കേസിൽ വെൻ യൂണിറ്റ് ലോഡ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ പോർഷൻ ബി ഇ.
ഇതാ ബിൻ്റെയും ഇൻ്റെയും ഇടയിലാണ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ബിൻ്റെയും ഇൻ്റെയും ഇടയിലാണ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് 1 kN അല്ലെങ്കിൽ 1 ലോഡ് വന്നേക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് വേണ്ടത് ഷിയർ ഫോഴ്സ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും ഷിയർ ഫോഴ്സ് സെറ്റ് എന്ന് പറയുമ്പോൾ ഈ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു വെർട്ടിക്കൽ സെക്ഷൻ എടുക്കുക. അതിൻ്റെ റൈറ്റ് സൈഡ് തന്നെ കൺസിഡർ ചെയ്യുക. എന്തെങ്കിലും വെർട്ടിക്കൽ ലോഡ് ഉണ്ടോ? ഇല്ല. ലെഫ്റ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ അതാ ഒരു അപ്വേർഡ് ഫോഴ്സ് RA ഉണ്ട്, ഒരു അപ്വേർഡ് ഫോഴ്സ് RB ഉണ്ട്, ഒരു ഡൗൺവേർഡ് ഫോഴ്സ് 1 ഉണ്ട്. ഇതിൻ്റെയൊക്കെ ആൾജിബ്രിക് സം എടുക്കേണ്ടി വരും. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സം ചെയ്യുമ്പോൾ 0 തന്നെ കിട്ടണം. ഓക്കെ. അപ്പോൾ വീണ്ടും വെൻ യൂണിറ്റ് ലോഡ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ബി പോർഷൻ ഷിയർ ഫോഴ്സ് അറ്റ് ഈസ് ഈക്വൽ ടു 0. സൈൻ വരുന്നത് റൈറ്റ് സൈഡ് ഡൗൺവേർഡ് ഫോഴ്സ് ആണ്, പോസിറ്റീവ്. ഇതാണ് വരുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ കേസ്, വെൻ യൂണിറ്റ് ലോഡ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ പോർഷൻ EC, ഇൻ്റെയും സിൻ്റെയും ഇടയിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു. അതായത് ഇവിടെ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കാം 1 kN. അങ്ങനെയാണെങ്കിൽ ഇതാ വീണ്ടും എന്ന് പറയുന്ന പോയിന്റിന് സെക്ഷൻ എടുക്കുക. ഇതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഉണ്ട്. നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിൽ RAയും RBയും 2 ഫോഴ്സും ഉണ്ട്. റൈറ്റ് സൈഡിൽ ആകെ ഒരു 1 ന്യൂട്ടണേ ഉള്ളൂ, അല്ലെങ്കിൽ 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതാണ്? റൈറ്റ് സൈഡാണ് എളുപ്പം അല്ലേ. ഇനി നമുക്കറിയാം RUP ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ RDP ആണ്. റൈറ്റ് സൈഡ് ഡൗൺവേർഡ് ഫോഴ്സ് ആണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ സെക്ഷൻ എടുത്തു. ഇൻ്റെ സിൻ്റെ ഇടയിൽ ഒരു 1 ന്യൂട്ടൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ട് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷൻ? ഷിയർ ഫോഴ്സ് അറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലേ. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇനി നമുക്ക് നമ്മുടെ ഫിഗർ വരയ്ക്കാം. ഫിഗർ വളരെ എളുപ്പമാണ്. ഇതാ മാർക്ക് ചെയ്യുക. ഇത് A, ഇത് B, ഇത് E, ഇത് C. എൻ്റെയും ബിൻ്റെ ഇടയിൽ ഷിയർ ഫോഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ബിൻ്റെയും ഇൻ്റെ ഇടയിൽ ഷിയർ ഫോഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഇനി ഇൻ്റെയും സിൻ്റെ ഇടയിൽ ഷിയർ ഫോഴ്സ് 1 ആണ് അല്ലേ. അപ്പോൾ ഇതാ 1, അതൊരു ബോക്സ് പോലെ വേരി ചെയ്യും. അതാണ് പോസിറ്റീവ് വാല്യൂ. ഇതാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് E. ഇതേപോലെ നമ്മുടെ ലാസ്റ്റ് കേസ് നമ്പർ 6, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് E. വീണ്ടും നേരത്തെ അതേ വാല്യൂ തന്നെ കൺസിഡർ ചെയ്യുക. വെൻ ദ ലോഡ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ AB, എൻ്റെയും ബിൻ്റെ ഇടയിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുക. എൻ്റെയും ബിൻ്റെ ഇടയിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുക. നമുക്ക് വേണ്ടത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് E ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? E എന്ന് പറയുന്ന പോയിന്റിൽ സെക്ഷൻ എടുക്കുക. സെക്ഷൻ്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്താൽ ലോഡൊന്നും ഇല്ല. ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായിരിക്കും? ബെൻഡിങ് മൊമെൻറ്റും ഉണ്ടാവില്ല. അപ്പോൾ വെൻ ലോഡ് ഈസ് അപ്ലൈഡ് അറ്റ് പോർഷൻ AB എന്ന് പറയുന്ന പോർഷനിൽ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നമുക്ക് വേണ്ടത് E എന്ന് പറയുന്ന പോയിന്റിൻ്റെ അവിടെയാണ്. ഇപ്പോൾ E എന്ന് പറയുന്ന പോയിന്റ് സെക്ഷൻ എടുക്കുക. സെക്ഷൻ്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുക. ലോഡൊന്നുമില്ല. ലോഡ് ഇല്ലാത്തതുകൊണ്ട് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ME ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. സിമിലർലി വെൻ ദ ലോഡ് ഈസ് അപ്ലൈഡ് അറ്റ് ബിറ്റ്വീൻ BE, ബിൻ്റെയും ഇൻ്റെയും ഇടയിൽ നമ്മൾക്കൊരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്ത് നോക്കാം. വീണ്ടും നമ്മൾ എടുക്കേണ്ടത് എവിടെയാണ്? സെക്ഷൻ എടുക്കേണ്ടത് E തന്നെയാണ്. അപ്പോൾ E എന്ന് പറയുന്നൊരു സെക്ഷൻ എടുത്തു. വീണ്ടും സെക്ഷൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കി, എന്തെങ്കിലും ലോഡുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ബെൻഡിങ് മൊമെൻറ്റും 0 ആയിരിക്കും. അപ്പോൾ വെൻ ലോഡ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ B ആൻഡ് E, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് E വിൽ ബി ഈക്വൽ ടു അഗെയിൻ 0. ഇനി ലാസ്റ്റ് കേസ്, വെൻ ദ യൂണിറ്റ് ലോഡ് ഈസ് അപ്ലൈഡ് ഇൻ EC, ഇൻ്റെയും സിൻ്റെ ഇടയിൽ നമുക്കൊരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വരും? വീണ്ടും സെക്ഷൻ അറ്റ് E എടുക്കുക. അതിൻ്റെ റൈറ്റ് സൈഡ് എടുക്കുക. റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ ലോഡ് 1 ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസ്, 1 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കാം. ഇനി അത് നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ടും നോക്കാം. ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന ലോഡ്. ഈ ഡിസ്റ്റൻസ് X ആണ്. നമ്മളെടുക്കുന്ന സെക്ഷൻ ഇതാണ് അല്ലേ. അപ്പോൾ 1 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് വേണ്ടത്. ഇത് എത്രയായിരിക്കും? Z1 മൈനസ് X ആയിരിക്കും. Z1 മൈനസ് X ആയിരിക്കും ആ ഒരു ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം സൈൻ വരുന്നത് RAN ആണ്. റൈറ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻ്റ് ആണ്, നെഗറ്റീവ്. അപ്പോൾ നോക്കിക്കേ, യൂണിറ്റ് ലോഡ് ഇൻ്റെയും സിൻ്റെ ഇടയിലാണ്. സെക്ഷൻ എടുത്തേക്കുന്നത് ഇയിലാണ്. അപ്പോൾ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? 1 മൈനസ് 1 ഇൻറ്റു, മൈനസ് വരാൻ കാര്യം എന്താണ്? ഓക്കെ, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് നെഗറ്റീവ്. റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് നെഗറ്റീവ്. റൈറ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെങ്കിൽ പോസിറ്റീവ്. RAP RCN ആണ് കോഡ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ -1 ഇൻറ്റു അവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് Z1 ആണ്. Z1 മൈനസ് ഈ ഒരു ഡിസ്റ്റൻസ് X. ഇതാണ് മൊമെൻ്റ് അറ്റ് E വരുന്ന ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. -1 ഇൻറ്റു Z1 മൈനസ് X. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ സപ്പോർട്ട് കണ്ടീഷൻസ് കൊടുക്കുക. അറ്റ് സി X ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അറ്റ് X ഇസ് ഈക്വൽ ടു 0 എന്ത് വരും? -1 ഇൻറ്റു Z1, അതായത് -Z1 വരും.
ഇനി അറ്റ് ഇ എന്ന് പറയുമ്പോൾ എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു Z1 ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ Z1 വരുമ്പോൾ Z1 മൈനസ് Z1 എന്ന് പറയുമ്പോൾ 0 വരും. അപ്പോൾ മൊമെൻ്റ് അറ്റ് ഇ ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരക്കാം. ഇതാണ് എ, ഇത് ബി, ഇത് സി. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, എ മുതൽ ബി വരെയുള്ളതിൽ മൊമെൻ്റ് ഒന്നുമില്ല, അപ്പോൾ അത് 0 തന്നെ ആയിരിക്കും. ഓക്കെ, ഈ ഡയഗ്രത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാനത് ഇവിടെ റീഡ്രോ ചെയ്യാം. ഇത് എ, ഇത് ബി, ഇത് ഇ. അപ്പോൾ ഇത്രയും പോർഷനിൽ ലോഡൊന്നുമില്ല, ഇവിടെയാണ് ലോഡ് വരുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം വന്നേക്കുന്ന മൊമെൻറ്റ് Z1 ആണ്. അപ്പോൾ Z1 മാത്രം താഴത്തേക്ക് വരക്കുക, ഇങ്ങനെ വരും. ഇയിൽ 0, ബാക്കി ഇൻക്ലൈൻഡ് സ്ട്രൈറ്റ് ലൈൻ, ഇത് നെഗറ്റീവ്. ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ എയിൽ ബിയിൽ സിയിൽ ഇതിൻ്റെ ഇടയിലൊന്നും നമുക്ക് മൊമെൻ്റ് ഇല്ല, അപ്പോൾ അത് സ്ട്രൈറ്റ് ലൈനായിട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് വരച്ചേക്കുക. അപ്പോൾ എ ബി പോർഷനിൽ മൊമെൻ്റ് ഒന്നുമില്ല, ബി പോർഷനിൽ മൊമെൻ്റ് ഒന്നുമില്ല. ഇനി ഈ സി പോർഷനിലേക്ക് വന്നാൽ ഇയിൽ 0യും സി എന്ന് പറയുന്ന പോയിന്റിൽ Z1 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ വരച്ചത്. ഓക്കെ, ഒന്നുകൂടി വരക്കാം. ഇത് എ, ഇത് ബി, ഇത് ഇ, ഇത് സി. സിയിലാണ് നമുക്ക് ആകെയുള്ള മൊമെൻറ്റ് മൈനസ് Z1, ഇയിലേക്ക് 0. അപ്പോൾ ഇവിടെ 0, ഇത് നെഗറ്റീവ്, ആ രീതിയിൽ പടം വരും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ എ ഓവർ ഹാങ്ങിങ് ബീം വരക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെക്ചർ ചെയ്ത് തന്നെ പഠിക്കുക. കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരെണ്ണം തെറ്റിപ്പോയാൽ പിന്നെ അങ്ങോട്ടും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഒരു തവണ നന്നായിട്ട് ചെയ്ത് നോട്ട് എഴുതി എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല എളുപ്പമായിരിക്കും. ഓക്കെ, താങ്ക് യു.